വിശുദ്ധ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിക്കുവീൻ എന്ന് അവരോട്. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, യേശു മരണവേദന അനുഭവിച്ചത് കാൽവരി ക്രൂശിലല്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഒലിവുമലയിൽ നിന്നും ഏകദേശം ഒരു കല്ലേറ് ദൂരം മാത്രമുള്ള എണ്ണച്ചക്കെന്നറിയപ്പെടുന്ന ഗെദസമന എന്ന സ്ഥലത്ത് യേശു പോയി മുട്ടുകുത്തി. സർവലോകത്തിൻ്റെയും മാനവകുലത്തിൻ്റെ മുഴുവൻ ആദാം മുതൽ ഇന്ന് രാത്രിയിൽ ലോകത്തിൽ എവിടെങ്കിലും പിറക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വരെ, ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഒന്നാമത്തെ മനുഷ്യനായ ആദാം മുതൽ 2024 ഈ ജൂൺ മാസം, ഇത് ജൂൺ അല്ലല്ലോ അല്ലേ, ഇന്നെത്ര? ജൂൺ മാസം 28-ാം തീയതി രാത്രി 7:45 കുഞ്ഞ് ജനിച്ചെങ്കിൽ ആ കുഞ്ഞിന്റെ വരെ, പ്രൈസ് ദി ലോർഡ്, മുഴുവൻ പാപം, മുഴുവൻ ശാപം, മുഴുവൻ രോഗം, പ്രൈസ് ദി ലോർഡ്, സമ്പൂർണ്ണ പരിഹാരത്തിനായി, ആ പദങ്ങൾ നിങ്ങൾ മറക്കല്ലേ, പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും സമ്പൂർണ്ണ പരിഹാരത്തിനായി സാക്ഷാൽ പാപപരിഹാരകനായ യേശു ക്രിസ്തു ഗെദസമനയിൽ മുട്ടുകുത്തുകയാണ്. ഗെദസമന വ്യാകുലത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സ്ഥലമാണ്. നിങ്ങൾ ഈ പദങ്ങൾ മറന്നു പോകരുത്. തൊട്ടുമുകളിലത്തെ വാക്യം 26-37. പത്രോസിനെയും സെബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായി തീർന്ന ഗെദസമന ദുഃഖത്തിൻ്റെയും വ്യാകുലത്തിൻ്റെയും മരണവേദനയുടെയും സ്ഥലമാണ്. 2:26-39. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ് വീണ്, ഗെദസമന കവിണു വീണ് കരഞ്ഞ സ്ഥലമാണ്. ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പിതാവേ, ഇവിടെ പ്രസംഗകനും നിങ്ങളും സന്തോഷത്തോടിരിക്കുക. പക്ഷെ ഈ സന്തോഷം തരാൻ വേണ്ടി കവിണു വീണ് കരഞ്ഞ ഒരാളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഗെദസമനയിൽ അല്പം മുൻപോട്ട് ചെന്നവൻ കവിണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ. ഗെദസമന ഭീതിജനകമായ സ്ഥലമാ. 69-ാം സങ്കീർത്തനക്കാരൻ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിച്ചു. ഒന്ന് വായിച്ചേരേ. നിന്ന എന്ന ഹൃദയത്തെ തകർത്തു, നിന്ന എന്റെ ഹൃദയത്തെ തകർത്തു, നിന്ന എന്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന ഒന്നാമത്തെ മുറിവാണ്. രോമകൂപങ്ങളിൽ കൂടെ രക്തം വെളിയിലുണ്ടാകാനുണ്ടായ കാരണം, പ്രൈസ് ദി ലോർഡ്, അവന്റെ അകത്തേറ്റ മുറിവുകളാണ്. ഉലകത്തിലാരും അത് കണ്ടിട്ടില്ല. പുറത്തേക്കൊഴുകിയ രക്തമല്ലാതെ ഈ രക്തം പുറത്തേക്കൊഴുകാനുണ്ടായ മുറിവുകൾ എവിടാണെന്ന് ഈ ഉലകത്തിലാരും കണ്ടിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ 5 മുറിവുകളിൽ ഒന്നാമത്തെ മുറിവ് അകത്തേറ്റ മുറിവാണ്. ഇന്ന് രാത്രി ഹൃദയം തകർന്ന നിന്നോട്, മനസ്സ് നുറുങ്ങിയ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ശാന്തമായി ഇടപെടുകയാ.
നീ ഇന്ന് രാത്രി അനുഭവിക്കുന്ന എല്ലാ മാനസിക പ്രയാസങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് പുറകിൽ ഹൃദയം തകർന്ന് കരഞ്ഞ ഒരുവനുണ്ട്. അവൻ കവിണ് വീണ് കിടന്ന് കരഞ്ഞു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആരെയും കണ്ടില്ല. ഗെത്സമന, ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്ത ഇടം. ഓ, ഗെത്സമന, സഹതാപം തോന്നാൻ ആരുമില്ലാത്ത ഇടം. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല, വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 22:44. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളിപ്പോലെ ആയി. ഗെത്സമന പ്രാണവേദനയിലാകുന്ന സ്ഥലമാ. എല്ലാരും എൻ്റെ കൂടെ ഉണ്ടോ? എല്ലാം നിവൃത്തിയായെന്ന് പറയുമ്പോൾ ഗെത്സമനയിൽ തുടങ്ങണം നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഗെത്സമന വ്യാകുലത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മരണവേദനയുടെയും കവിണ് വീണ് കരയുന്നതിൻ്റെയും ഭീതിജനകമായ ഏകാന്തതയുടെയും ആരും സഹായത്തിനില്ലാത്ത നിന്ന ഹൃദയത്തെ തകർത്ത് കളയുന്ന പ്രാണവേദന ഉണ്ടാകുന്ന സ്ഥലം. എബ്രായ ലേഖനകർത്താവ് 5-ാം അധ്യായം 7 പറഞ്ഞു, അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ചെയ്തു. ഒരല്ലേലൂയ പറയണം. ഓ, ഇന്ന് രാത്രിയിൽ ഒന്നാമത്തെ മുറിവ് ഗെത്സമനിൽ ഉണ്ടായ മുറിവാ. പിതാവിന്റെ തിരുഹിതത്തിനു വേണ്ടി പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത സ്ഥലമാ ഗെത്സമന. എന്താ പിതാവിന്റെ തിരുഹിതം? തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും, ബാക്കി നിങ്ങൾ പറ, നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി ഏൽപ്പിച്ചു കൊടുത്ത സ്ഥലമാ ഗെത്സമന. പ്രൈസ് ദി ലോർഡ്. ആണി കൊണ്ട് മുറിവേക്കുന്നതിന് മുമ്പേ, മുള്ളുകൊണ്ട് മുറിവേൽക്കുന്നതിന് മുമ്പേ, ചാട്ടവാറിനാൽ മുറിവേൽക്കുന്നതിന് മുമ്പേ പിതാവ് അവനെ അകത്ത് മുറിവേൽപ്പിക്കുമ്പോൾ അവൻ പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ. ഓ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന സമാധാനത്തിന് വേണ്ടി, നീ അനുഭവിക്കുന്ന സന്തോഷത്തിന് വേണ്ടി, നീ അനുഭവിക്കുന്ന ദൈവിക വിടുതലിന് വേണ്ടി തകർക്കപ്പെട്ട ഒരുവൻ ഗെത്സമനയിലുണ്ട്. നീ ഇന്ന് രാത്രി ആരാധിക്കേണ്ടത് എനിക്ക് പകരം തകർക്കപ്പെട്ട പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കപ്പെട്ട ഗെത്സമനയിലെ യേശുവിന്റെ മുറിവുകളെ ഓർത്ത് ഈ രാത്രി ആരാധിക്കുവാൻ എത്ര പേരുടെ ഉള്ളത്തിൽ ഹല്ലേലൂയ ചുടരമന ശബ്ദരാധരാധര. ഓ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഗെത്സമന 22-ാം അധ്യായം ലൂക്കോസ് 43 ഒന്നുകൂടെ വായിച്ചാട്ട്. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ശ്രദ്ധിച്ചേ, ഒറ്റപ്പെട്ടു പോയ സ്ഥലമാണ് ഗെത്സമന. ഒറ്റപ്പെട്ടവനെ ശക്തീകരിക്കാൻ ദൂതൻ ഇറങ്ങിയ സ്ഥലമാണ് ഗെത്സമന. ഒരല്ലേലൂയ നിശ്ചയമായിട്ട് പറയണം. ഇന്ന് രാത്രിക്ക് നിങ്ങളോട് ദൂത് പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ മുമ്പിൽ ആരും സഹായത്തിനില്ലാതെ നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും ഞാനുണ്ടെന്ന് പറഞ്ഞവൻ ഉൾപ്പെടെ മാറിക്കിടന്ന് ഉറങ്ങുമ്പോൾ ആരും സഹായത്തിന് ഒറ്റപ്പെട്ടു പോയവനെ സ്വർഗം കൈവിട്ടില്ല. ഒറ്റപ്പെട്ടവനെ സഹായിപ്പാൻ ഗെത്സമനയിൽ ദൂതൻ ഇറങ്ങിയെങ്കിൽ ഈ രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, ഒറ്റപ്പെട്ട നിനക്ക് വേണ്ടി, തകർന്ന നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗം ഇവിടെയുണ്ട്.
വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ഹല്ലേലൂയ. തീർന്നില്ല. മത്തായി 26:46 മുതൽ 49 വരെ വായിക്കുമ്പോൾ, എഴുന്നേൽക്കുവിൻ, നാം പോകുക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗെദസമന ഒറ്റിക്കൊടുക്കലിന്റെ സ്ഥലമാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഗെദസമന പ്രാർത്ഥനയുടെ സ്ഥലം മാത്രമല്ല, ഗെദസമന ഒറ്റപ്പെട്ടു പോയ സ്ഥലം മാത്രമല്ല, ഗെദസമന പ്രാണവേദനയായ സ്ഥലം മാത്രമല്ല, സ്നേഹിച്ചു കൂടെ നിന്നവൻ ഒരു ചുംബനത്താൽ ഏതാനും ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഗുരുവിനെ ഒറ്റിക്കൊടുത്ത സ്ഥലമാണ് ഗെദസമന. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ മുറിവ് ഗെദസമനയിലെ മുറിവുകളാണ്. എവിടെയൊക്കെയാണ് മുറിവ് സംഭവിച്ചത് പുറത്താരും കണ്ടില്ലെങ്കിലും അകത്തുനിന്ന് രക്തം തന്റെ എല്ലാ രോമകൂപങ്ങളിൽ കൂടെയും വലിയ വിയർപ്പ് തുള്ളി പോലെ പുറത്തേക്ക് ഒഴുകിയിറങ്ങി. ആ വസ്ത്രം, ഇട്ടിരിക്കുന്ന വസ്ത്രം 6 ദിവസങ്ങൾക്ക് മുമ്പ് മറൂപമലയിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 അരിമ ശിഷ്യന്മാരുമായി പ്രാർത്ഥനയ്ക്കായി കയറിപ്പോയപ്പോൾ ഈ ഉലകത്തിൽ ഒരു മനുഷ്യൻ, ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്ത തേജസ് ഉണ്ടായിരുന്ന വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പേ ശിഷ്യന്മാരുടെ കാല് കഴുകേണ്ടതെന്ന് ഊരി വെച്ചിട്ട് കാല് കഴുകിക്കഴിഞ്ഞ് തിരിച്ചു ധരിച്ച വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. ഗെദസമനിലെ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോൾ രക്തം പിഴിഞ്ഞെടുക്കാവുന്നത് പോലെ ഒരു ചിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ആ ശുഭ്രവസ്ത്രം ഉലകത്തിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്ത വെണ്മയുണ്ടായിരുന്ന വസ്ത്രം കടും ചുമപ്പായി മാറിയെന്നാണ്. പുറത്തെങ്ങും മുറിവില്ല. പ്രൈസ് ദി ലോർഡ്. ആണി അടിച്ച മുറിവോ ചാട്ടവാറിനടിച്ച മുറിവോ ഒന്നുമില്ല. പക്ഷേ അകത്തുനിന്ന് രക്തം ഒഴുകി. മനുഷ്യന്റെ പ്രാണൻ രക്തത്തിലാണ്. രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഗെദസമനയിൽ വെച്ച് മരിച്ചു പോകുമോ എന്ന് ചിന്തിക്കത്തക്ക നിലകളിൽ പ്രാണവ്യഥയിലായി. പ്രൈസ് ദി ലോർഡ്. യേശു അലറിക്കരഞ്ഞു, അലറിക്കരഞ്ഞു. ഗെദസമന ഞെടുങ്ങുമാറ് കരഞ്ഞു. അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചു മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ. എല്ലാവരും എൻ്റെ കൂടെയാണോ? അവിടെ വെച്ച് മരിച്ചിരുന്നെങ്കിൽ ഇന്ന് രാത്രി രക്ഷയുടെ ദൂത് പറയാൻ നമുക്ക് അധികാരമില്ലായിരുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനാണ് ശപിക്കപ്പെട്ടവൻ. മരത്തിന്മേൽ തൂങ്ങുന്നതിന് മുമ്പേ അകത്തുനിന്ന് രക്തമൊഴുക്കി ഗെദസമനി വെച്ച് ചരിത്രം അവസാനിപ്പിക്കാൻ ഏതിന് വെളിപ്പെട്ട ചതിവുള്ള കൊടിയ ദുഷ്ടശക്തി ഗെദസമനിയിൽ പോരാടി. പക്ഷേ നിലവിളിച്ചതിന്മേൽ ജയമെടുത്തു നിന്നെ രക്ഷിക്കാൻ. ഇന്ന് രാത്രി കരയുന്നതിന്റെ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം തരാൻ ഗെദസമനിയിൽ അലറിക്കരഞ്ഞ യേശുവിന്റെ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിന്റെ രണ്ടാമത്തെ മുറിവ് മത്തായി 27:26 വാക്യം. അങ്ങനെ അവൻ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. അനന്തരം നാടുവാഴിയുടെ മതി ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച്
ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചു. രണ്ടാമത്തെ മുറിവുകൾ ചാട്ടവാറിനാലുള്ള അടി. ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഇവിടെ നിൽക്കുന്ന ഒരു പടയാളി ഈ ഒരു വശത്ത് നിന്നുകൊണ്ട് ഇതുപോലെയുള്ള ഗബതയ്ക്കകത്ത് കൽത്തൂണിന്മേൽ വസ്ത്രമഴിച്ചു മാറ്റി രക്താംബരം ധരിപ്പിച്ച് കൈകൾ കെട്ടിവെച്ചിരിക്കുന്ന യേശുവിനെ ഇവിടെ നിന്നുകൊണ്ടൊരു പടയാളി ഇങ്ങോട്ടടിക്കുമ്പോൾ ഈ കഴുത്ത് മുതൽ ഇങ്ങനെ ചരിഞ്ഞ് ചാട്ടവാറ് വന്ന് പതിച്ചിട്ട് അതിനകത്തെ ചൂണ്ടകളും കൊളുത്തുകളും അസ്ഥികളും മാംസത്തിൽ തറച്ചിട്ട് ഒന്നിലധികം പടയാളികൾ കൂടിയ തറച്ചുപോയ ചാട്ടവാറ് കുലുക്കി വലിച്ചൂരിയെടുക്കുമ്പോൾ മാംസം വേരോടെ പറഞ്ഞു മാറി കാളയ്ക്ക് കലപ്പ കെട്ടി കണ്ടത്തിൽ കൂടെ ഉഴുമ്പോൾ കണ്ടത്തിൽ ഉഴവുചാലുകൾ ഉണ്ടാകുന്നത് പോലെ നേരെ ക്രോസായിട്ട് ഉഴവുചാലുണ്ടായി. ഈ മനുഷ്യൻ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത അടി ഇവിടെ നിൽക്കുന്നവൻ തിരിച്ചടിക്കുമ്പോൾ ഈ കഴുത്ത് മുതൽ ഇങ്ങോട്ട് ചാട്ടവാറിലടിക്കുമ്പോൾ നേരെ തിരിച്ചുള്ള പാടുകൾ. ഏറ്റവും പുറകെ നിൽക്കുന്നവൻ നേരെ അടിക്കും. അർത്ഥാൽ പാ നെയ്യുന്നത് പോലെ, പരമ്പ് നെയ്യുന്നത് പോലെ. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കാണുന്ന വെള്ള പെയിന്റ് അടിച്ച് യേശുവിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാം നിവർത്തിയായി എന്ന് പറയുമ്പോൾ എന്തൊക്കെ നിവർത്തിയായെന്ന് പറയാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ മുറിവുകൾ ചാട്ടവാറിനാൽ, ചമ്മട്ടിയാൽ യേശുവിനേറ്റ മുറിവുകൾ ഒന്നല്ല രണ്ടല്ല, ആ ദേഹമാസകലം ഈ ചാട്ടവാറിനാൽ മുറിവേറ്റു. നിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനായി, നിന്റെ രക്ഷയുടെ ഉറപ്പിനായി, നഷ്ടപ്പെട്ട പറുദീസ മടക്കിത്തരാൻ, നിന്റെ പ്രതിയോഗിയായ ശത്രുവായ സാത്താന്റെ തലയെ തകർക്കാൻ, നിനക്ക് വിരോധമായ കൈയെഴുത്ത് മായ്ക്കാൻ, നിനക്ക് വിരോധമായ എല്ലാ രേഖകളെ കീറിക്കളയുവാൻ, ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിനക്ക് വിരോധമായ പലതിന്റെ മേലും ദൈവം ജയം നൽകിക്കൊണ്ടിരിക്കുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കുകയാ. വിവരിപ്പാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മുറിവ് ചാട്ടവാറിനാലുണ്ടായ മുറിവുകളാണ്. മൂന്നാമത്തെ മുറിവ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 29-ാമത്തെ വാക്യം. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. വള്ളി കൊണ്ടല്ല കിരീടം മെടഞ്ഞത്, പറഞ്ഞേ, മുള്ളുകൊണ്ട്. മുള്ളുകൊണ്ട. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്ത പറുദീസയിൽ പുറത്താക്കപ്പെട്ട മനുഷ്യന് വള്ളി മുളച്ചെന്നല്ല, മുള്ളു മുളച്ചെന്നാ. പ്രൈസ് ദി ലോർഡ്. മുള്ളും പറക്കാരെയും മുളയ്ക്കാൻ കാരണമായ പാപത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുക്കുമ്പോൾ അവര് മെടഞ്ഞ കിരീടം, രണ്ട് വള്ളിയല്ല കേട്ടോ, 174 മുള്ളുകൾ, 4 ഇഞ്ച് നീളമുള്ള 174 മുള്ളുകൾ ചേർത്തുണ്ടാക്കിയ മുള്ളിന്റെ കിരീടം, മുൾക്കിരീടം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. 174 മുള്ളുകളിൽ 53 മുള്ളുകൾ തലയോട്ട് കിഴിച്ചകത്തേക്ക് ഇറങ്ങിപ്പോയെന്നാ പറയുന്നേ. അതുകൊണ്ട് ആ ക്രൂശുമായി പല പ്രാവശ്യം വീണും എഴുന്നേറ്റും പോയിട്ടും മുൾക്കിരീടം തലേന്ന് ഊരിപ്പോയില്ല. മനസ്സിലാകുന്നുണ്ടോ? 174 മുള്ളുള്ള മുൾക്കിരീടം ഉണ്ടാക്കി തലയിൽ വെച്ചിട്ട് പടയാളി കോലുകൊണ്ട് അടിച്ച് 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 ആ മുൾക്കിരീടം തലയിൽ ഉറപ്പിച്ചു. അടിച്ചുറപ്പിക്കുമ്പോൾ 54 മുള്ളുകൾ അകത്തേക്ക് ഇറങ്ങി. ഒരു മുള്ളുകൊണ്ടാൽ, പ്രൈസ് ദി ലോർഡ്,
കൊടിയ തേള്. കൊടിയ തേള്. തേളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? കൊടിയ തേള് വാലുകൊണ്ട് കുത്തിയാൽ ഉണ്ടാകുന്ന കട്ടുകഴപ്പ്, അതിവേദന, സന്ധികളിൽ ഉണ്ടാകുന്ന വേദന, ഏതാണ്ട് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വേദന. ഒരു മുള്ളു കൊണ്ടാൽ, ഒരു തേള് കുത്തുന്നതിനെക്കാട്ടിലുള്ള കട്ടുകഴപ്പ്. ഹലോ, ഒരു സ്വോത്രമൊക്കെ പറയാൻ പറയുമ്പോൾ നമ്മള് എന്ത് ഔദാര്യത്തിലാണ് ഒരു സ്വോത്രമൊക്കെ പറയുന്നത്. നമ്മുടെ സ്വോത്രം പറയുന്നതുകൊണ്ട് കർത്താവ് നിൽക്കുന്നതെന്നുള്ള ധാരണയല്ല നമ്മള്. ഹലോ, നീ രാത്രി സ്വോത്രം പറയണ്ടേ അമേരിക്ക വന്നതിനല്ല, ഇവിടെ സിറ്റിസൺ ആയതിനല്ല, പിള്ളേരുടെ കല്യാണം നടന്നതിനല്ല, വില കൂടിയ വണ്ടി കിട്ടിയതിനല്ല, നല്ല വീട് കിട്ടിയതിനല്ല. നിന്റെ പാപം പരിഹരിക്കാൻ, നിന്റെ ശാപം നീക്കാൻ, സന്തോഷമുണ്ടല്ലേ ആരാധിക്കാവുള്ളൂ ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. എല്ലാം നിവർത്തിയായി എന്ന് പറയുമ്പോൾ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഒരു നിമിഷം ആത്മാവിൽ ഒന്ന് പ്രതികരിച്ച് ഒന്ന് ആരാധിച്ച് ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, യേശുവിന്റെ കാൽവരി മരണത്തിന്റെ ആഴം. ഹല്ലേലൂയ. ഓ, പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ മുറിവ് അകത്തുണ്ടായ മുറിവ്. രണ്ടാമത്തെ മുറിവ് ചാട്ടവാറിനാൽ, ചമ്മട്ടിയാൽ ഉണ്ടായ മുറിവ്. മൂന്നാമത്തെ മുറിവ് മുൾക്കിരീടം തറച്ചുണ്ടായ മുറിവ്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ക്രൂശെ കാണുന്ന 2 വള്ളി ചുറ്റിയ കിരീടമൊക്കെ മാറണം. മുള്ളുകൊണ്ട് ഒരു കിരീടം, രാജാക്കന്മാരുടെ കിരീടം പോലെ മുള്ളു തന്നെ ചേർത്ത് വെച്ച് മുള്ളുകൊണ്ടുണ്ടാക്കിയ ഒരു കിരീടം തലയിലേക്ക് വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ചു ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ രക്ഷിക്കാൻ, നിന്നെ രക്ഷിക്കാൻ, അകന്നുപോയ ദൈവത്തെയും അകന്നുപോയ പാപിയായ നിന്നെയും കൂടെ ഒന്ന് യോജിപ്പിക്കാൻ, വേർപാടിന്റെ നടിച്ചു വരുന്ന ഇടിച്ചു കളയാൻ. ഓ ഹല്ലേലൂയ. ആ തലമേൽ മുള്ളുകൊണ്ടുള്ള ആഴമായ മുറിവേറ്റു. 4:27 അധ്യായം 35 വാക്യം, മത്തായി സുവിശേഷം. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവന്റെ വസ്ത്രം പകത്തെടുത്തു, അവിടെ ഇരുന്നും കൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു. ഒന്നുകൂടെ വായിച്ച് 37-27-35 വായിച്ചേ. അവനെ ക്രൂശിൽ തറച്ച ശേഷം, അവനെ ക്രൂശിൽ തറച്ച ശേഷം, അവനെ ക്രൂശിൽ തറച്ച ശേഷം. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ യേശുവിന്റെ മുറിവ് 2 കൈകൾ മലർത്തിപ്പിടിച്ച്, 2 കാലുകൾ ചേർത്ത് വെച്ച്, 3 കാരിരുമ്പാണി അടിച്ചു തറച്ച മുറിവാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ കാണുന്ന ഈ കൈയുടെ വെള്ളയ്ക്ക് ആണി അടിച്ചതായിട്ടാണ്. തൂക്കമുള്ള ഒരു മനുഷ്യനെ കൈയുടെ വെള്ളയ്ക്ക് ആണി അടിച്ച് തൂക്കിയിട്ടാൽ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ബോഡിയുടെ ഭാരം കൊണ്ട് ആ കൈ കീറി ആള് താഴെ പോകും. അതുകൊണ്ട് യഹൂദന്മാർ റോമൻ ഗവൺമെന്റ് ശിക്ഷ അനുസരിച്ച് ഒരാളെ ക്രൂശിച്ചാൽ ക്രൂശിക്കുന്നവന്റെ കൈപ്പത്തി കഴിഞ്ഞു വരുന്ന ഈ ഭാഗത്താണ് ആണി അടിച്ച് കയറ്റുന്നത്. നമ്മുടെ പൾസൊക്കെ പിടിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ജീവനുണ്ടോ ഇല്ലയോ എന്നറിയുന്ന സ്ഥലമേ, നിനക്ക് ജീവൻ നൽകാൻ. ഹലോ, ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചു ജീവൻ നൽകാൻ യേശുവിന്റെ കൈകൾ വിരിച്ച് കാലുകൾ ചേർത്ത് വെച്ച് 3 കാരിരുമ്പാണി അടിച്ചത് യേശുവിന്റെ മേൽ നിനക്ക് വേണ്ടി ഉണ്ടായ 4-ാമത്തെ മുറിവാ. ഓ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ കർത്തൃമേശയുടെ അപ്പവും വീഞ്ഞും ഒക്കെ കൊണ്ട് വെച്ചിട്ട് ദൈവദാസൻ പ്രാർത്ഥിച്ച് വാഴ്ത്തി നമുക്ക് തരാൻ വരുമ്പോൾ വളരെ ലാഘവത്തോടെ കുനിഞ്ഞിരുന്ന് നമ്മുടെ ദേഹത്ത് വന്ന് പറ്റിപ്പിടിച്ച് ഈച്ചയെ ഓടിക്കുന്ന പോലെ
പാസ്റ്ററെ നോക്കാതെ കൈകൊണ്ട് കൊണ്ടുവെക്കോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആട്ടിവിടാറുണ്ടല്ലോ. ഹലോ, പ്രൈസ് ദി ലോർഡ്. നീ ആട്ടിക്കളയുന്ന എന്നാന്ന് വല്ലോ മനസ്സിലായിട്ടുണ്ടോ? ബന്ധിക്കോസുകാരനോ ബന്ധിക്കോസുകാരിക്കോ മനസ്സിലായിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ഇഞ്ചിഞ്ചായി തകർക്കപ്പെട്ട യേശുവിന്റെ കാൽവറിയെ ധ്യാനിക്കുന്ന ദൈവസഭയുടെ ഏറ്റവും മഹത്വമുള്ള ശുശ്രൂഷയിൽ നീ പങ്കാളിയാകാൻ പ്രാഗൽഭ്യമില്ലെങ്കിൽ നിന്നെ പോലെ അധമൻ വേറെ ആരുമില്ല. എന്റെ മാംസം ഭക്ഷിക്കാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുമില്ല, ഓഹരിയുമില്ല. ദൈവസഭയ്ക്ക് 2 ശുശ്രൂഷ കർത്താവ് തന്നെ. ഒന്ന്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകലരെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. സ്നാനത്തിന്റെ അർത്ഥമോ, പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് ഏകീഭവിക്കുകയാണ്. അങ്ങനെയാണ് ഒന്നാമത് തന്ന ശുശ്രൂഷ കാൽവറി മരണത്തോട് ബന്ധപ്പെട്ടത്. രണ്ടാമത്തെ ശുശ്രൂഷ ഞാൻ വരുവോളം ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. അതും കാൽവറിയോട് ബന്ധപ്പെട്ടതാ. സ്വത്രം പറഞ്ഞില്ല. സ്നാനവും കാൽവറിയോട് ബന്ധപ്പെട്ടതാ. കർത്താവിന്റെ തിരുമേശയും കാൽവറിയോട് ബന്ധപ്പെട്ടതാ. സഭയ്ക്ക് നൽകിയ 2 കൂദാശയും കാൽവറിയോട് ബന്ധപ്പെട്ടതാ. നീ അതിൽ ഏതെങ്കിലും ഒന്ന് അനുസരിക്കാതിരിക്കുന്നെങ്കിൽ നിഷേധിക്കുന്നത് കാൽവറിയാ. സന്തോഷമുള്ള സ്വത്രം പറയണം. നീ സ്നാനത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നീ നിഷേധിക്കുന്നത് കാൽവറിയാ. പ്രൈസ് ദി ലോർഡ്. നീ തിരുമേശ എടുക്കുന്നില്ലെങ്കിൽ നിഷേധിക്കുന്നത് കാൽവറിയാ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. 4ാമതേറ്റ മാരകമായ മുറിവ് ആണികളാലേറ്റ മുറിവ്. 5ാമത്തെ മുറിവ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ വാക്യം. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഒന്നുകൂടെ വായിക്കുന്നു. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. 5ാമത്തെ മുറിവ്. നമ്മൾ വിചാരിച്ച 5 മുറിവുകൾ അല്ലെന്ന് ബോധ്യപ്പെടുന്നുണ്ടല്ലോ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഗദസമന മുതൽ ഗാഗുൽത്ത വരെ ഒഴുകിയിറങ്ങിയ രക്തം മുഴുവൻ ആ ശരീരത്തുനിന്ന് വാർന്നു പോയി. നേരെ നിർത്തിയിരിക്കുന്ന ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അവസാന തുള്ളി രക്തം വെള്ളവും ചേർന്ന് ആ ചങ്കിന്റെ മൂലയ്ക്ക് അവശേഷിച്ചതൂടെ നിന്റെ രക്ഷയ്ക്കായി ഒഴുക്കുവാൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി ആ ദേഹത്ത് ഒരു തുള്ളി രക്തം പോലും ശേഷിക്കുന്നില്ല. ഗദസമന മുതൽ രക്തം ഒഴുകുകയാ. യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തമോ. ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ ഈ രാത്രി ദൂത് പറയുമ്പോഴും ആ രക്തം നിന്നെ കഴുകിക്കൊണ്ടിരിക്കുകയാ. നിന്റെ പാപത്തിന്റെ കറകളെ, നിന്റെ ശാപത്തിന്റെ കറകളെ ഇന്ന് രാത്രി ആ രക്തം കഴുകിക്കൊണ്ടിരിക്കുകയാ. ഓ റബ ശംദര രഘുമന രഗൽക്കനാദരാദ. പ്രിയരെ, ഇവിടെയുള്ള ഏത് മനുഷ്യന്റെ രക്തവും
ദേഹത്തു നിന്ന് പുറപ്പെട്ട് നിമിഷങ്ങൾക്കുള്ളിൽ അത് കട്ട പിടിക്കും. കട്ട പിടിക്കാൻ കാരണം സകല മനുഷ്യൻ്റെയും രക്തത്തിൽ പാപമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പാപമില്ലാത്ത ഒരു രക്തമേ ഉലകത്തിലുള്ളൂ. അത് പുരുഷബന്ധമില്ലാതെ ജനിച്ച സ്ത്രീയുടെ സന്തതിയായ യേശുക്രിസ്തുവിന്റെ രക്തം മാത്രമാണ്. എന്താണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത? മറിയ ചോദിച്ചു, ഞാനൊരു പുരുഷനെ അറിയായികയാൽ അതെങ്ങനെ സംഭവിക്കും? ദൂതന്റെ മറുപടി വളരെ വ്യക്തം. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും. ജനിക്കുന്ന പ്രജ, ബാക്കി നിങ്ങൾ പറഞ്ഞേ, വിശുദ്ധ പ്രജയായിരിക്കും. ഒരല്ലുലിയെ പറയണം. ഈ ഉലകത്തിൽ വിശുദ്ധ പ്രജയായിട്ട് ഒരാളെ ജനിച്ചിട്ടുള്ളൂ. അത് ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ യേശു കർത്താവാണ്. അവൻ ഈ രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാ. അവന്റെ കരം പലരെയും തൊട്ടുകൊണ്ടിരിക്കുകയാ. അവന്റെ മുഖം പലരുടെ മേൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാ. അവന്റെ രക്തത്തിന്റെ പേര് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യായ രക്തമോ. ഓ ശബ്ദരാമന. അവനെ കുറ്റാരോപിതനാക്കുവാൻ, അവന്റെ മേൽ കുറ്റം ചുമത്തപ്പെടുവാൻ നിരവധി കാരണങ്ങൾ അവന്റെ മുന്നിൽ ഉന്നയിച്ചു. ഒന്നാമത്തെ അവന്റെ പേരിലുള്ള കുറ്റസംഗതി FIR, ഞങ്ങളുടെ ജാതിയെ അവൻ മറിച്ചു കളയുന്നു. രണ്ടാമത്തെ കുറ്റം, താൻ ക്രിസ്തുവെന്ന രാജാവാകുന്നുവെന്ന് സ്വയം പറയുന്നു. മൂന്നാമത്തെ കുറ്റം, കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുന്നു. നാലാമത്തെ കുറ്റം, ഗലീല തുടങ്ങി യഹൂദയിലെങ്ങുമുള്ള ഞങ്ങളുടെ ജനത്തെ കലഹിപ്പിക്കുന്നു. 4 പ്രധാന FIR തയ്യാറാക്കിയാണ് ഇവനെ കോടതി കൊണ്ടുവന്നിരിക്കുന്നത്. മതകോടതി വിധിച്ചു. ഖന്നാവ് ഖയ്യപ്പാവും, അത് കഴിഞ്ഞ് സന്നിധിരി സംഘം, അത് കഴിഞ്ഞ് പീലാത്തോസ്, അത് കഴിഞ്ഞ് ഹേരോദാവ്, വീണ്ടും പീലാത്തോസ്. ഇവരെല്ലാം ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മനുഷ്യനിൽ നിങ്ങൾ ആരോപിക്കുന്ന ഒരു കുറ്റവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്തോത്രം പറയണം. അതുകൊണ്ടാണ് യേശു വെല്ലുവിളിച്ചത്, നിങ്ങളിൽ ആർക്കും പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്താം എന്ന് ഉലകത്തെ വെല്ലുവിളിച്ച ഒരാളുണ്ടെങ്കിൽ ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന യേശുവല്ലാതെ മറ്റൊരുത്തനില്ല. പാപമൊഴികെ സകലത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ട ഉലകത്തിൽ ജനിച്ച ഏക പരിശുദ്ധൻ. നല്ല സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. ന്യായം വിധിക്കാനിരിക്കുന്ന പീലാത്തോസിന്റെ ഭാര്യ ആളയച്ച് കത്ത് കൊടുത്തു വിട്ടു, പീലാത്തോസേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ മനുഷ്യൻ നീതിമാനായ മനുഷ്യനാണ്, നീ അവന്റെ മേൽ നടപടിയൊന്നും എടുക്കരുത്, അവന് യാതൊരു കുറ്റവുമില്ല എന്ന് പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു. 30 വെള്ളിക്കാശ് മേടിച്ച് ഒറ്റിക്കൊടുത്ത യൂദ ആലയത്തിനകത്ത് കൊണ്ടുപോയി ഭണ്ഡാരത്തിലേക്ക് പൈസ വലിച്ചെറിഞ്ഞിട്ട് അവൻ 2 കൈമലർത്തി പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൂടെ ക്രൂശിച്ച കള്ളൻ പറഞ്ഞു, നാമോ ന്യായമായത് അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല. ക്രൂശിച്ച ശതാധിപൻ പറഞ്ഞു, വാസ്തവമായി ഇവൻ നീതിമാനായിരുന്നു. സകല മനുഷ്യരാലും സാക്ഷ്യം പ്രാപിച്ച, ഉലകം കണ്ട, മാനവകുലം കണ്ട
ഒരേ ഒരു പരിശുദ്ധനുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന യേശു അല്ലാതെ മറ്റൊരുത്തനില്ല. വിശ്വസികളെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നമ്മുടെ യേശുവിനെ പോലെ പരിശുദ്ധൻ. ഹല്ലേലൂയ. പ്രിയരേ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒഴുക്കിയ രക്തം, നിന്നെ കഴുകിയ രക്തം, നിന്നെ വീണ്ടെടുത്ത രക്തം പരിശുദ്ധ രക്തമാണ്. ഹല്ലേലൂയ. എത്ര പേര് ഉറപ്പുണ്ട്? ഇന്ന് രാത്രി നിന്റെ അശുദ്ധി മുഴുവൻ കഴുകിക്കളഞ്ഞ, നിന്റെ പാപ കറകളെ മുഴുവൻ കഴുകിക്കളഞ്ഞ ആ രക്തം ഈ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ ഈ രാത്രി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നിരവധിയായ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടും ഒരു കുറ്റം പോലും തെളിയിക്കപ്പെടാൻ കഴിയാതെ നമുക്ക് വേണ്ടി 5 മുറിവുകൾ അകത്തും പുറത്തും ഒരുപോലെ ഏറ്റെടുക്കുമ്പോൾ പ്രവാചകൻ പ്രവചിച്ചു, അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ഒരു വാക്യം നിങ്ങൾ വായിക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യം വേഗം ഒന്ന് വായിച്ചോ. നമ്മുടെ മുമ്പിൽ സമയം ഓടിപ്പോകുന്നല്ലോ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേരാ സൗഖ്യം അനുഭവിക്കുന്നു? ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ തലേ കൈവെക്കണമെന്നില്ല. ഈ വചനം നിന്നെ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ സൗഖ്യങ്ങൾ നടക്കുന്നത് യേശുവിൻ്റെ ക്രൂശിനെ ഉയർത്തുമ്പോഴാണ്. ഞാൻ 41 വർഷമായി പ്രസംഗിക്കുക. എന്നെ പഠിപ്പിച്ച അധ്യാപകൻ്റെ മോനാ പാസ്റ്റർ എബ്രഹാം മാത്യു. കഴിഞ്ഞ ദിവസം ആ പ്രിയ മാതാവ് നിത്യതയിൽ പ്രവേശിച്ചു. എന്നെപ്പോലെ ലോകപ്രകാരം ജീവിച്ച ഒരു മനുഷ്യനെ യേശുവിൻ്റെ ക്രൂശിൻ്റെ സാക്ഷിയാകാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് ആർക്കും കഴുകി വെളുപ്പിപ്പാൻ കഴിയാത്ത പാപത്തെ ഈ കാൽവറിയിൽ ചൊരിഞ്ഞ 5 മുറിവുകളിൽ കൂടെ ഒഴുകിയ ഈ പുണ്യാഗ രക്തം കൊണ്ട് കഴുകി എന്നെ വെടിപ്പാക്കിയപ്പോൾ എന്തൊക്കെയാണ് നിവൃത്തിയായത്? 1, അതുവരെയുള്ള സകല പ്രവചനങ്ങളും നിവൃത്തിയായി. സ്തോത്രം പറയണം. പഴയ നിയമവിശുദ്ധന്മാര് പറഞ്ഞ മുഴുവൻ പ്രവചനങ്ങൾ ഈ കാൽവറി മരണത്തിലൂടെ നിവൃത്തിയായി. 2 മനുഷ്യവർഗത്തിന്റെ സമ്പൂർണ്ണ പാപപരിഹാരം ആടുകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും പശുഭസ്മത്തിനോ രക്തത്തിനോ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ യേശുവിന്റെ രക്തത്തിന് സമ്പൂർണമായ പാപപരിഹാരം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി ദൈവ പൈതലേ, ഹല്ലേലൂയ. എന്താണ് നിവൃത്തിയായത്? ശത്രുവായ സാത്താന്റെ തലയെ കാൽവറിയിൽ വാക്ക് നിങ്ങൾ പറഞ്ഞ് തകർത്തു. ഇന്ന് രാത്രി തകർക്കപ്പെട്ട തലയുള്ളവന്റെ വാലാട്ടം കണ്ട് നിങ്ങൾ പേടിക്കല്ലേ. തലയെ തകർത്തവൻ നിന്റെ കൂടെ ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ഭാവിക്ക് നേരെ ശത്രു വിരൽ ചൂണ്ടുമ്പോൾ, നിന്റെ നന്മയ്ക്ക് നേരെ ശത്രു വിരൽ ചൂണ്ടുമ്പോൾ നീ ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയണം, എടാ പിശാചേ, നിന്റെ തലയെ തകർത്തവൻ എന്നോട് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവര് മാത്രമേ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ പ്രതിയോഗിയായ പിശാചിന്റെ തലയെ കാൽവറിയിൽ തകർത്ത് നമുക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാടിയോ. തീർന്നില്ല. നമ്മുടെ മരണം നീങ്ങി നമുക്ക് ജയം തന്നു. എന്താണ് നിവൃത്തിയായത്? പാപത്തിന്റെ ശമ്പളമായ
ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. അന്നു മുതൽ കാൽവരി മരണം വരെ പാപം മനുഷ്യന്റെ മേൽ വാഴുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുവിന്റെ കാൽവരിയിലെ മരണത്തോടെ നമ്മുടെ മരണം നീങ്ങി. ഏകന്റെ മരണത്താൽ, ഏകന്റെ പാപത്താൽ മരണമുളവായെങ്കിൽ ഏകന്റെ മരണത്താൽ നമ്മുടെ മരണം നീങ്ങി. ഈ രാത്രി മരണഭീതിയിലായിരിക്കുന്നവരെ അവരുടെ മരണഭീതി ചങ്ങല പൊട്ടിച്ച് ജീവന്റെ ബലം തന്ന് വീണ്ടെടുത്ത ദൈവത്തിന്റെ കൃപയോർത്ത് ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മരണഭീതിയുണ്ടോ? മരണഭീതിയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഷാജൻ പാസ്റ്ററെ കോവിഡ് വന്നു കഴിഞ്ഞ് എന്നേക്കാളൊക്കെ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, മരണഭീതിയിലായിപ്പോയി. മാനസിക രോഗിയെ പോലായിപ്പോയി. പല ദൈവദാസന്മാരുടെ വീട്ടിൽ കൊണ്ടിട്ട് പ്രാർത്ഥിക്കേണ്ടി വന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, ശക്തരായ ദൈവദാസന്മാരെ പോലും അകത്ത് മരണഭീതി കൊണ്ട് കയറ്റി. കോവിഡിന്റെ പേരിലോ പ്രൈസ് ദി ലോർഡ് മറ്റൊന്നിന്റെ പേരിലോ മരണഭീതി അകത്ത് കയറ്റി. പ്രൈസ് ദി ലോർഡ്. സ്റ്റേജിലൊക്കെ കത്ത് നിന്നാലും അകത്ത് മരണഭീതി ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. എല്ലാം നിവൃത്തിയായ കർത്താവിനെ ഒരു നിമിഷം ധ്യാനിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, നിന്നെ വിളിച്ചിട്ട് ഡോക്ടർ പറയുകയാണ് 4th സ്റ്റേജാ പോയി എന്ന് പറയുമ്പോൾ നീ പറയണം, ഡോക്ടറെ മരണത്തെ ജയിച്ചൊരുത്തൻ എൻ്റെ കൂടെ ഉണ്ട്. നിന്റെ സ്റ്റേജ് 4th ആണോ 5 ആണെന്ന് നിശ്ചയിക്കുക. അവനാരാ? എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഈ റാന്നിയിലെ നാടൻ ഭാഷയാണ് പറയുന്നത്. അച്ഛാ 82 എൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഒരു പച്ചൻ ഡോക്ടർമാർ പറഞ്ഞു അറിയിക്കാനുള്ളവരൊക്കെ അറിയിക്കാൻ. ആ പറഞ്ഞ ഡോക്ടർ ഭൂമിയിലില്ല. 82 കഴിഞ്ഞു, 2022 കഴിഞ്ഞു, 24 ഞാൻ ലൈവായി നിൽക്കുക. സ്തോത്രം പറയണം. നിന്റെ ആയുസ് നിശ്ചയിക്കാൻ അവനാരാ? നിന്റെ സ്റ്റേജ് നിശ്ചയിക്കാൻ അവനാരാ? കാൻസർ വന്നു കാണും, ട്യൂമർ വന്നു കാണും, ലുക്കേമിയ വന്നു കാണും, പക്ഷെ നിന്റെ ആയുസ് അവന്റെ കയ്യിലാ. മരണത്തെ ജയിച്ചോരുവൻ ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഇന്ന് രാത്രി മരണഭീതിനെ വിട്ടുമാറണം. ഹല്ലേലൂയ. ഓ, എന്താ നിവൃത്തിയായത്? മരണഭീതി മാറി. മരണഭീതിയിലായിരുന്നവരെ മരണത്തിന്റെ ചങ്ങല പൊട്ടിച്ച് കാൽവരി മരണത്താൽ കർത്താവ് ജയം തന്നല്ലോ. തീർന്നില്ല. നീതിമാനായ പരിശുദ്ധ ദൈവത്തെയും പാപിയായ മനുഷ്യനെയും തമ്മിൽ ഒന്ന് യോജിപ്പിക്കാൻ പരിശുദ്ധ കർത്താവിന്റെ ഒരു കൈ പിതാവിന്റെ തോളി വെച്ച് മറുകൈ പാപിയായ മനുഷ്യന്റെ തോളി വെച്ച് നമ്മെയും ദൈവത്തെയും നമ്മെ യോജിപ്പിച്ചത് ഈ കാൽവറിയിലെ മരണമോ. ഓ, അടയപ്പെട്ട പറുദീസ തുറന്നത്. സ്തോത്രം പറയണം. വേർപാടിനെ നടിച്ചുവർ ഇടിച്ചത്, നമുക്ക് വിരോധമായി കൈയെഴുത്ത് മായിച്ചത്. ഓ, ഇന്ന് രാത്രി പറഞ്ഞ് എല്ലാം നിവൃത്തിയായെന്ന് പറഞ്ഞ് പ്രാഗൽഭ്യത്തോടെ പറ, എനിക്ക് വിരോധമായി പിശാച് എഴുതി കൂട്ടിയതെല്ലാം എന്റെ യേശു അപ്പച്ചന്റെ കാൽവരി മരണത്താൽ എല്ലാം നിവൃത്തിയായെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഓ, രക്തത്താൽ വചനത്താൽ ഞാൻ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രാരംഭ രാത്രിയിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് 7 മൊഴികൾ പറയുന്ന കൂട്ടത്തിൽ
ആറാമത്തെ മൊഴിയായിട്ട് യേശു പറഞ്ഞു, മാനവജാതിയേ, മനുഷ്യവർഗമേ, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനുള്ളതെല്ലാം ഞാൻ നിവർത്തിച്ചു കഴിഞ്ഞു. ഇനി നീ മല ചവിട്ടണ്ട, പിടിപ്പണം മാറണ്ട, പൊന്നുനൂല് വലിക്കണ്ട, ഉരുളി കമത്തണ്ട, റാസ് നടത്തണ്ട, ചെരുപ്പിടാതെ വഴിയെ നടക്കണ്ട, പടി എണ്ണി പോകണ്ട, കുളത്തിൽ കുളിക്കാൻ പോകണ്ട, വിളക്കിൽ എണ്ണ പരട്ടണ്ട, പൂജ നടത്തണ്ട, മെഴുകുതിരി കത്തിക്കണ്ട, കോഴിയെ വെട്ടണ്ട, കുരുതി കഴിക്കണ്ട. നിന്റെ പാപത്തിനുള്ളതല്ല ഞാൻ കാൽവറിയിൽ പരിഹരിച്ചു. വിശ്വസിക്കുന്നവരുടെ കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ പാപത്തിന്റെ പരിഹാരം മുഴുവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്റേതായിട്ടൊന്നും ചെയ്യണ്ട. പിന്നെ എന്ത് ചെയ്യണം? ഈ പാപപരിഹാരകനായ 5 മുറിവുകളേറ്റ യേശുവിനെ നിന്റെ ഹൃദയത്തിൽ നിന്റെ രക്ഷകനും നിന്റെ കർത്താവുമായി സ്വീകരിക്കണം. കർത്താവിനെ നിന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവരൊക്കെ കൈ ഉയർത്തിയവർ ഹല്ലേലൂയ പറഞ്ഞു. ആ കൈ ദൈവം ഒന്ന് കണ്ടോട്ടെ. ഇല്ലാത്ത ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ മാതാവോ പിതാവോ കുഞ്ഞോ എന്നെ കേൾക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഈ യോഗം. പ്രൈസ് ദി ലോർഡ്. ഇത് നിന്റെ അവസരമാണ്. ഇത് നിന്റെ രാത്രിയാ. നീ ഒന്നും ചെയ്യണ്ട. ആയിരിപ്പിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. കർത്താവേ, ഞാനൊരു പാപിയാ. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണല്ലോ അങ്ങ് കാൽവറി തകർത്തത്. ഞാൻ അത് വിശ്വസിക്കുന്നു. ആ ഒഴുകിയ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണം. നിന്റെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണം എന്നൊരു നിമിഷം നീ സമർപ്പിച്ചാൽ ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ ഇവിടെ നീ ഇരിക്കുമ്പോൾ സ്വർഗം എഴുതും. ജീവപുസ്തകത്തെ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. അത് 2ാമത്തെ മരണമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ രക്ഷയുടെ രാത്രിയായി മാറട്ടെ. നീയും കർത്താവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്ന രാത്രിയാകട്ടെ. നിന്റെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കുന്ന രാത്രിയാകട്ടെ. കർത്താവ് വിചാരിച്ചാൽ നിന്റെ അടയപ്പെട്ട എല്ലാ വഴിയും തുറക്കും. നിന്റെ സകല ശൂന്യതകൾ മാറും. നിന്റെ എല്ലാ നിരാശകൾ മാറും. നിന്റെ എല്ലാ പ്രതിസന്ധികൾ മാറും. അവൻ എല്ലാത്തിനും മതിയായവനാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവസന്നിധാനം ഒരു നിമിഷം എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഇവിടെ ഷാജൻ ജോർജ് പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ തീരുമാനങ്ങൾ എഴുതുവാൻ നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഒരു ഡിസിഷൻ കാർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ തീരുമാനമൊക്കെ അതിലെഴുതാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശുവിന് കഴിയാത്ത ഒന്നുമില്ല. അവൻ സകലത്തിനും മതിയായവൻ. ഈ രാത്രി അവൻ നിന്റെ ഏറ്റവും അടുക്കലുണ്ട്. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. നാളെ ഈ യോഗമുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ മുൻപോട്ട് വിളിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല. പൊതുവി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവ് അവസരം തരുമെങ്കിൽ നാളെ നിങ്ങളെ മുൻപോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ആ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഒരു നിമിഷം എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ രക്തത്തിന്റെ വിലകളായ അങ്ങയുടെ ജനത്തെ ഇന്ന് രാത്രി ബലമുള്ള കരങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്നു. ആ തിരുമുഖം ഇവരുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ആ തൃക്കരം ഇവരുടെ മേൽ നീട്ടണമേ. നിശ്ചയമായി ഇവരെ അനുഗ്രഹിക്കണമേ. പാപികളായി രക്ഷയുടെ സന്തോഷം അനുഭവിക്കാത്ത ആരെങ്കിലും ഞങ്ങളുടെ നടുവിലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അവരുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതി ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കണമേ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങൾ അഴിയട്ടെ.
എല്ലാ ശൂന്യതകൾ മാറട്ടെ, എല്ലാ പരാജയങ്ങൾ ജയമായി മാറട്ടെ, എല്ലാ വഴികൾ ഓപ്പൺ ആകട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.